നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് നോർവീജിയൻ ജുവൽ എന്ന ക്രൂസ് ഷിപ്പിലാണ്. 10 ദിവസമായിട്ട് ഞാൻ ഈ ഷിപ്പിലുണ്ട്. അപ്പോൾ ഇവിടെ 10 ദിവസമായിട്ട് നമുക്ക് പല കാര്യങ്ങളും ചെയ്തു തരുന്ന മിസ്റ്റർ നാരായണൻ, കാഞ്ഞങ്ങാടുകാരൻ നാരായണാണിത്. അപ്പം നാരായണനോട് സംസാരിച്ചപ്പോൾ നാരായണൻ പറഞ്ഞു വളരെ വില കൂടിയൊരു മദ്യം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അത് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. എന്താണ് നാരായണ? ഇതാണ് സാധനം അല്ലേ? ഇതാണ് സാധനം. എന്താണ് ഇതിന്റെ പ്രത്യേകത? കൊണിയാക്കാണ്. ഇതിന്റെ പേര് ലൂയി 13 എന്നാണ്. ഇത് 100 വർഷം പഴക്കമുള്ള കൊണിയാക്കാണ്. അപ്പൊ ഇത് വളരെ എന്താ പറയാ, വൺ ഓഫ് ദ മോസ്റ്റ് എക്സ്പെൻസീവ് എന്ന് പറയാം. എന്താ പറയാ, ഇതിന്റെ പ്രത്യേകത വെച്ചാൽ ഇതിന്റെ ബോട്ടിൽ 100 വർഷം പഴക്കമുള്ള കൊണിയാക്കാണ്. ഇതിന്റെ ബോട്ടിൽ എന്ന് പറയുന്നത് ഇത് ഗ്ലാസ് അല്ല, ക്രിസ്റ്റൽ ആണ്. പിന്നെ ഇതിന്റെ ഈ ക്യാപ്പ് ഉണ്ടല്ലേ, ഇത് 18 കാരറ്റ് ഗോൾഡ് കൊണ്ട് കോട്ട് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഇതിന്റെ കൂടെ വരുന്ന എല്ലാ സാധനങ്ങളും ഇത് കഴിക്കാനായിട്ട് പ്രത്യേകം തയ്യാറാക്കിയ ഗ്ലാസ് ആണ്. സാധാരണ ഗ്ലാസ് കൊടുക്കാറില്ല. ഇത് സെർവ് ചെയ്യുമ്പോൾ തന്നെ ഞങ്ങൾ ഗ്ലൗസ് ഉപയോഗിച്ച് കൊടുക്കാറില്ല. കാരണം ഇത് കൈകൊണ്ട് തൊടാൻ പാടില്ല, അങ്ങനെയാണ് നിയമം. ഇത് ഗ്ലൗസ് ഉപയോഗിച്ച് ഞങ്ങൾ ഇതിനകത്ത് സെർവ് ചെയ്യണം. ഇത് ക്രിസ്റ്റൽ ഗ്ലാസ് ആണ്. ഇതിനകത്ത് സെർവ് ചെയ്യും. ഇതിന്റെ വില എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ഫുൾ ബോട്ടിൽ $4000 ഉണ്ട്. എന്ന് പറഞ്ഞാൽ 3.5 ലക്ഷം രൂപ കൂടുതലുണ്ട്. ഏറെക്കുറെ ഇന്ത്യൻ മണി 3 ലക്ഷം രൂപയുണ്ട്. പിന്നെ എത്ര രൂപയാണ്? ഇതിന്റെ ഒരു ഔൺസ് ഇതിന് ഒരു ഔൺസ് സെർവ് ആണെങ്കിൽ ഇതിന് $360 കപ്പലിനകത്ത് വില. എന്ന് പറഞ്ഞാൽ 30,000 രൂപയാണ് ഇതിന്റെ ഒരു ഔൺസിന് വില. ശരി ആണ്. അപ്പൊ ഇത് കഴിക്കാറുണ്ടോ ആൾക്കാർ ഇവിടെ? തീർച്ചയായിട്ടും കഴിക്കാറുണ്ട്. ഫുൾ ബോട്ടിലായിരുന്നു, ഇത് കഴിക്കാറുണ്ട്. ഫുൾ ബോട്ടിൽ എത്രയായി? ഇന്ത്യക്കാരൻ ഇന്ത്യൻ ഗസ്റ്റ് വന്നിട്ട് കഴിക്കാണ് കൂടുതൽ. ഞങ്ങൾ കഴിക്കില്ല. നിങ്ങൾ കഴിക്കില്ല. ഓക്കെ. പിന്നെ ഇതിന്റെ പ്രത്യേകത വെച്ചാൽ ഇതിന്റെ ഈ എംറ്റി ബോട്ടിൽ മാത്രം അറൗണ്ട് $800 ഉണ്ട്. അതിനുണ്ട് 50,000 രൂപ. എങ്ങനെ പോയാലും അല്ലേ? അപ്പൊ ഇതിങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കണം. ഇത് ക്ലോസ് ചെയ്ത് വെക്കാം, ഇതിങ്ങനെ തുറന്നു വെക്കാം. ഇത് ഡിസ്പ്ലേ ആണെങ്കിൽ ക്ലോസ് ചെയ്ത് വെക്കാം, ഇതിങ്ങനെ തുറന്നു വെക്കാം. ഇത് എവിടെയാണ്? ഇത് ഫ്രഞ്ച് ആണ്. കൊണിയാക്കാണ്. ശരി. ഒരു ഗംഭീര സാധനമാണ് കേട്ടോ. വേറെ കാര്യമുള്ള, നിങ്ങൾ ഈ ഷിപ്പിൽ നിങ്ങൾ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ കുറച്ച് പൈസ കൂടുതൽ അടയ്ക്കുകയാണെങ്കിൽ നിങ്ങൾ എൻഡയർ നിങ്ങളുടെ ഈ ട്രിപ്പിൽ മദ്യം ഫ്രീ ആണ് അല്ലേ? ആണ്. പാക്കേജ് ആണ്. അങ്ങനെ ഒരു ഏറ്റവും കൂടുതൽ മദ്യം കുടിക്കുന്ന ഇന്ത്യക്കാരാണോ? അല്ല, അമേരിക്കനാണല്ലേ. അമേരിക്കൻ പോപ്പുലേഷന്റെ 70% ആൾക്കാർ മദ്യപിക്കുന്നതാണ്. രാവിലെ തുടങ്ങും. അവർക്ക് രാവിലെ നിന്നില്ല, വൈകിട്ടെന്നില്ല, രാത്രി നിന്നില്ല, എപ്പോഴും മദ്യം. വെക്കേഷൻ അല്ലേ, വെക്കേഷൻ അവർക്ക് സ്വാഭാവികം. പിന്നെ അവരൊക്കെ ബിഹേവ് ആണ്. മദ്യം കഴിച്ചിട്ട് അവർ സാധാരണ അവരുടെ കൾച്ചറിന്റെ ഭാഗമായിട്ടുള്ളത് ഇല്ല, അടിച്ചു പിരിയില്ല. താങ്ക് യു സോ മച്ച്. ശരി. അപ്പം വൈകിട്ട് കാണാൻ കേട്ടോ. തീർച്ചയായിട്ടും. വൈകിട്ടത്തെ പരിപാടി. വൈകിട്ട് എന്താ പരിപാടി? ശരി.